ഹായ്, നമസ്കാരം. ടൂൾസ് വെച്ചാൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രാസ് കട്ടർ പുല്ലുവെട്ടുന്ന മെഷീൻ്റെ ഗിയർ മാറ്റുന്ന വീഡിയോകൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. അതായത് ആംഗിൾ ഗിയർ പിരിയനും ഗിയറും മാറ്റുന്ന വീഡിയോകളും നമ്മൾ ചെയ്യുന്നത്. നേരെ വീഡിയോയിലിട്ടോ വാ. ഇതിലിപ്പോൾ അഴിക്കാൻ പോണ ആംഗിൾ എന്ന് പറഞ്ഞത് ഈ കാണുന്ന ആംഗിൾ. അത് അഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ക്രൂവും ഇതും അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിലവിൽ അഴിച്ചു വെച്ചാൽ വീഡിയോ കൊണ്ട് അഴിച്ചു വെച്ചാണ്. ഇതിങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സംഭവം മാറും. അത് കഴിഞ്ഞിട്ട് ഇത് ടൈറ്റ് ചെയ്യണതാണ്. ആ ടൈറ്റ് ചെയ്യണേ അഴിച്ചു കഴിഞ്ഞാൽ ഈ പീസിന് ഞങ്ങളുടെ മുട്ടിക്കഴിഞ്ഞാൽ ഊരിപ്പോരും. പതിയെ ഒരു ചുറ്റി എന്താണെന്ന് വെച്ചിട്ട് പതിയെ മുട്ടുക. അതിൽ ഈ കാണുന്ന സ്ക്രൂ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രീസ് ഇതിൻ്റെ ഗിയറിലേക്ക് ഗ്രീസ് ചെയ്യണ സ്ക്രൂ ആണ്. ഇത് അഴിക്കണമെന്നില്ല, പക്ഷെ ഇത് ഇടുമ്പോൾ ജസ്റ്റ് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ട് ക്ലീൻ ചെയ്യണത് നന്നായിരിക്കും. ഇനി ഇത് അങ്ങോട്ട് മുട്ടിക്കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. അഴിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഒരു മില്ലിങ് കാണും. അത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ആവണത്. പിന്നെ വന്നേക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെറ്റ് ലെഫ്റ്റ് റൈറ്റ് നെറ്റ്, അതായത് LH ബോൾട്ടാണ്. ഇത് അഴിച്ച് മാറ്റുക. LH ബോൾട്ട് അതായത് ഇതിൻ്റെ പിരി വലത്തോട്ട് മുറുക്കണൂട്ട് കാണിച്ചാൽ അഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് ഇടുന്ന സ്പേസ് ഊരി മാറ്റുക. ആ സ്പേസ് ഊറ്റി മാറ്റി കഴിഞ്ഞാൽ ഇത് ഈ ഷാഫ്റ്റ് ഇതിൻ്റെ ഉള്ളൊരു സർക്ലിപ്പ് ഉണ്ടാവും. ഈ കാണുന്ന സർക്ലിപ്പ് ഇതിൻ്റെ ഉള്ളിൽ വന്നതാണ്. ഞാനിപ്പോൾ ഊരി വെച്ചേക്കാണ്. ഈ സർക്ലിപ്പ് ഊരിക്കഴിഞ്ഞാൽ നേരെ ഇതിങ്ങാട് മുട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങാട് ഊരിപ്പോരും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗിയർ ഉണ്ടാവും. ഞാൻ ആ ഗിയർ ഊരിയൊക്കെയാണ് ഇപ്പം. ഇനി ഇതിനകത്ത് കയറ്റാനുള്ള ഐറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഗിയറാണ് പോയേക്കണത്. ഇനി ഇതിൻ്റെ അകത്ത് കയറ്റേണ്ട ഐറ്റങ്ങളാണ് ഈ കാണുന്നത്. അപ്പം ഗിയറാണ് ഈ കിടക്കുന്നത്. അത് ഗിയർ പിനിയനും കൂടി കിടക്കണത്. അപ്പം അതിനകത്ത് നമുക്ക് നിലവിൽ മാറ്റേണ്ട സംഭവം എന്താണെന്ന് കാണിച്ചത്. ഇത് പിനിയനാണ്. ഇത് പഴയതായിരുന്നു. ഇതിൻ്റെ മില്ലിങ് രണ്ടാമത് തേഞ്ഞു പോയി. അപ്പോൾ ഇത് ഈ രണ്ട് ബെയറിങ്ങും കയറ്റുക. എന്നിട്ട് ഇവിടെ സർക്കിളിപ്പിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി വരുന്നത് ഈ ഗിയർ സിസ്റ്റമാണ്. ഈ ഗിയർ വന്നേക്കണത് അതിനകത്ത് വലിയ കംപ്ലൈൻറ്റ് കാണില്ല. ഇതാണ് പഴയത്. ഇത് നമ്മൾ മാറ്റുമ്പോൾ രണ്ടും മാറ്റണം. അതായത് ഇപ്പോൾ പോയേക്കണത് ഈ ഗിയറാണ് പോയേക്കണത്. ഇത് പോയിട്ടില്ല, പക്ഷേ മാറ്റുമ്പോൾ രണ്ടും ഒപ്പം തന്നെ മാറ്റണം. ഇത് ഈ ഷാഫ്റ്റിൽ വന്നതാണ്. ഈ ഗിയർ വന്നിട്ട് ഈ ഷാഫ്റ്റിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറ്റേണ്ട ഐറ്റങ്ങൾ പുതിയ ബെയറിങ് അതേപോലെ തന്നെ ഗിയർ, ഇവിടുത്തെ പിനിയനും അതൊക്കെ പുതിയതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ട് സർക്കിളിപ്പ് വന്നേക്കണം. അതെല്ലാം ഇതിനകത്ത് കയറ്റണം. അപ്പോൾ ഇതിനകത്ത് കയറ്റുമ്പോൾ ഒരു സംഭവം ശ്രദ്ധിക്കണം. ഇതിനകത്ത് ആദ്യം കയറ്റേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിവിടെ കയറുന്ന ഐറ്റമാണ്. ഈ ബെയറിങ് ഗിയർ ഇവിടെ കയറണം. ആദ്യം നമ്മൾ കയറ്റേണ്ട ഗിയർ എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ് എന്നുള്ളതായിരിക്കണം ആദ്യം കയറ്റണത്. രണ്ടാമത്തായിരിക്കണം ഇവിടെ നിന്ന് കയറുന്നത്. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റായിട്ട് വീഴൂല. അപ്പോൾ ആദ്യം ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിട്ട് ഇറങ്ങൂല. ഇതിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ഇതാണ് പൊസിഷൻ, ഇങ്ങനെയല്ല. അപ്പോൾ അത് നമ്മൾ നോക്കണം. ഇത് രണ്ട് തിരിഞ്ഞും മറിഞ്ഞ് വീഴും. അപ്പോൾ ഇടേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പൊസിഷനാണ് ഇടേണ്ടത്. നേരെ ബെയറിങ് ഇവിടെ കയറ്റുക. നേരെ അങ്ങോട്ട് കയറ്റി. അത് വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നോക്കാനില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടുന്നേക്ക് മുമ്പ് നമ്മൾ ഗ്രീസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടി കയറ്റാൻ നിൽക്കണ്ട. കാരണം ഇതാണ് നമ്മൾ ഗ്രീസ് ഇടുന്ന ഹോള്. അപ്പോൾ ഇപ്പോഴേ ഗ്രീസ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീസ് ഇടാനായിട്ട് കഴിക്കണമെന്നില്ല. ഞാൻ നിലവിലിപ്പോൾ ഗ്രീസ് അടിച്ച് വിടുകയാണ്. നമുക്ക് നേരെ കയറ്റാം. ഇപ്പം നേരെ കൈ കൊണ്ട് കയറേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ പതിയെ പുള്ളറിൽ വെച്ചിട്ട് നമ്മൾ കയറ്റുന്നത്. ഇപ്പം ഞാൻ പതിയെ നേരെ തന്നെ കയറിയാണ്. നമ്മൾ നേരെ കൈ കൊണ്ട് മുട്ടി കയറ്റണമായിരിക്കും ഒരു ഉചിതം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുള്ളറിൽ വെച്ചിട്ട് കയറ്റേണ്ടി വരും. ഇപ്പം ഞാൻ പതിയെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കയറ്റണം. അപ്പം നമ്മൾ ഇവിടുത്തെ സർക്കിളിപ്പ് വീണ വിട്ട് എവിടെയെന്ന് വെച്ചാൽ അത്രയും ഡിസ്റ്റൻസിൽ ഇത് കയറ്റണം. അപ്പം നമ്മുടെ ബെയറിങ് കയറ്റി കഴിഞ്ഞ് നമുക്ക് ഈ സർക്കിളിപ്പ് ഇട്ട് ലോക്ക് ചെയ്തിട്ടാണ്. ലോക്ക് ഇടാനായിട്ട് നമ്മുടെ പ്ലെയർ സർക്കിളിപ്പ് ലോക്ക് പ്ലെയർ ഉണ്ട്.
ലോക്ക് വയർ ഇടുക, നേരെ ഞെക്കിയാണ് ഇതിനകത്ത് ഇനി വേറെ സംഭവമൊന്നുമില്ല. ഇനി എൻ്റെ ആ ബ്ലേഡ് ഇടുന്ന ക്യാപ്പുകൾ അങ്ങനെ സംഭവങ്ങൾ മാത്രം ഇടാനുള്ള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ട്രിമ്മർ വെക്കുക, പിന്നെ നെറ്റിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ബാക്ക് സൈഡാണ്. ഇനി ഇവിടെ നിന്ന് ഈ ഗിയർ, ഈ ഗിയറും ഇത് ഇടണമെന്ന് വെച്ചാൽ നേരെ അങ്ങോട്ട് കയറ്റുക, നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അത് പോയി കഴിഞ്ഞാൽ സർക്ലിപ്പ് ഇട്ട് രണ്ടാമത്തെ സർക്ലിപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഈ സർക്ലിപ്പ് ഈ വശത്തുള്ളതാണ്, ഇതിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതിടുമ്പോൾ നമ്മൾ ഈ ഗിയർ അങ്ങോട്ട് തള്ളി വിടുമ്പോൾ, തള്ളി അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കയറില്ല. അപ്പം ഇതിങ്ങനെ പതിയെ തിരിച്ചു കൊടുക്കണം കേട്ടോ. ഈ തള്ളനനുസരിച്ച് ഇതിങ്ങനെ തിരിച്ച് കൊടുത്ത് ഗിയർ കറക്റ്റായിട്ട് അതൊന്ന് ലോക്കാം, അല്ലെങ്കിൽ അതൊന്നും ചിലപ്പോൾ മുട്ടിയില്ലാന്ന് വരും. ഇതിങ്ങനെ കറക്റ്റ് ഇപ്പം കറങ്ങേണ്ടതാ. കറക്റ്റായിട്ട് ഗിയർ വീണിട്ടുണ്ട്. കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഈ സർക്കിളിപ്പ് ഇടാനായിട്ട് മറക്കരുത്, മറന്നാൽ പണി പാളിപ്പോവും. സർക്കിളിപ്പ് ഇടാൻ സുഖമാണ്, വെറുതെ ഇങ്ങനെ മുട്ടിയാൽ മതി കേട്ടോ. അപ്പം ഇതിൻ്റെ സർക്കിളിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നേരെ ഒന്നും നോക്കാനല്ല, നേരെ അകത്തോട്ട് കയറ്റേക്ക് മുമ്പ് സംഭവം ശ്രദ്ധിക്കണം. ഈ മില്ലിങ് ഇങ്ങോട്ട് ഊരി ഇങ്ങനെ പോരും വേണ്ട, അത് അങ്ങോട്ട് കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ അവിടുത്തെ ലോക്കിൽ അവിടെയും ഒരു മില്ലിങ്ങാണ്, ആ മില്ലിങ്ങിൽ വീണിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നേരെ അകത്തോട്ട് കയറ്റുമ്പോൾ മില്ലിങ്ങിൽ കയറണ്ടോ എന്ന് നോക്കണം. അതുപോലെ പഴയ ഈ ഹോളുകളൊക്കെ കറക്റ്റ് നേരെ തന്നെ ഇരിക്കണം. ഇത് കയറ്റുമ്പോൾ ഇത് പതിയെ തിരിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ രണ്ട് നെട്ടിടുക. ഈ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടുത്തമായി. ട്രിമ്മർ ഹെഡ് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു സംഭവം ശ്രദ്ധിക്കണം. ഈ നെട്ട് ഇങ്ങനെ മുറുക്കുമ്പോൾ ഇത് മൊത്തം ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു ആണി എന്തെങ്കിലും എടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോളിലിട്ടിട്ട് ഇത് ലോക്ക് ചെയ്യണം, എന്നാലേ ഇത് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ലോക്കാവൂല. തിരിക്കുമ്പോൾ ഒരു ലോക്കിൽ വന്നത് വീഴും. ഇനി ഇത് തിരിച്ചാലേ ആവുള്ളൂ. ഇപ്പം ലോക്കായി ഈ ഹോളിൽ. ഇത് ഇടത്തോട്ടായിരിക്കും, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇത് വളരെയധികം മുറുക്കണമെന്നില്ല കേട്ടോ, കാരണം ഇത് കറക്കത്തിൽ ഓട്ടത്തിൽ ഇത് മുറുകും. പിന്നെ ഗിയർ സിസ്റ്റങ്ങൾ കറക്റ്റായിട്ട് വർക്കായി. അപ്പം ഇതിൻ്റെ ഗിയർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മ ഗ്രാസ് കട്ടറിൻ്റെ ഗിയർ മാറ്റുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.